യേശുവിനോടൊപ്പമുള്ള യാത്ര. ധ്യാനത്തിനായുള്ള ചിന്താവിഷയം: കയ്പും കോപവും വെടിയുന്ന ജീവിതം. ധ്യാനത്തിനായുള്ള തിരുവചനം എഫേസ്യർ 4:31. എല്ലാ കയ്പും കോപവും ക്രോധവും കൂറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. മനുഷ്യരായ നാം എല്ലാവരും പലപ്പോഴായും പലരിൽ നിന്നും നമ്മെ മാനസികമായി തളർത്തുന്നതും വേദനിപ്പിക്കുന്നതുമായ അവസ്ഥ നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ നാം അവയെ എങ്ങനെ നേരിടുന്നു എന്നതാണ് പ്രധാനം. ഈ വേദനയ്ക്ക് ദൈവസന്നിധിയിൽ നിന്നും ആശ്വാസം പ്രാപിച്ചില്ല എങ്കിൽ അത് കയ്പിലേക്കും കോപത്തിലേക്കും ക്രോധത്തിലേക്കും നമ്മുടെ മനസ്സിനെ തിരിച്ചേക്കാം. ഈ കയ്പ് നമ്മിൽ ഒരു നാളും വേരൂന്നാൻ അനുവദിക്കരുത് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3:14 നാം ഇങ്ങനെ കാണുന്നു: ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തു യേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. ദൈവരാജ്യം ലക്ഷ്യമാക്കി ഓടുന്ന ജീവിതമാണ് യേശുവിനോടൊപ്പമുള്ള യാത്ര. അവിടെ കയ്പിനും പകയ്ക്കും ഒരു സ്ഥാനവും ഇല്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43:18. മുൻപിലുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിവുള്ള ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ച് സകല കയ്പും നാം വിട്ടുകളയണം. എബ്രായർക്ക് എഴുതിയ ലേഖനം 12:15. ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും എന്ന വചനം പോലെ കയ്പ് നമ്മെ മലിനപ്പെടുത്തുന്നു. കയ്പ് കൊണ്ടു നടക്കുന്ന വ്യക്തി അതിനാൽ മലിനപ്പെടുന്ന അവസ്ഥയാണുള്ളത്. ഇത് ദൈവരാജ്യത്തിലെ സന്തോഷത്തിൽ നിന്നും നമ്മെ അകറ്റിക്കളയുന്നു. ക്രിസ്തുവിൻ്റെ ക്രൂശാണ് ഇതിനൊക്കെ നാം മാതൃകയാക്കേണ്ടത്. നിന്ദിക്കപ്പെട്ടപ്പോഴും ഉപദ്രവിക്കപ്പെട്ടപ്പോഴും അവരോടൊക്കെ ക്ഷമിച്ച് നമുക്ക് വേണ്ടിയും കൂടെ ആ വേദന സഹിച്ച നമ്മുടെ കർത്താവായ യേശുവിനെയാണ് നാം മാതൃകയാക്കേണ്ടത്. യേശുവിനോടൊപ്പമുള്ള ഈ യാത്രയിൽ നമ്മുടെ കർത്താവിനെ മാതൃകയാക്കിക്കൊണ്ട് എല്ലാ കയ്പും കോപവും ഉപേക്ഷിച്ച് ക്രിസ്തുവിൽ നിന്നും ലഭിക്കുന്ന സന്തോഷം അനുഭവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയും സ്നേഹവും നിറഞ്ഞ സ്വർഗീയ പിതാവേ, ഈ പുതിയ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. എല്ലാ കയ്പും കോപവും ഉപേക്ഷിക്കുവാൻ ഞങ്ങളെ ഓർമ്മിപ്പിച്ചതിനായി നന്ദി. ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ച് രൂപാന്തരപ്പെടുത്തണമേ. ഞങ്ങളെ അനുദിനം വഴി നടത്തണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ കുറവുകൾ ക്ഷമിക്കണമേ. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.